ഇതുപോലുള്ള ആളുകളെയൊക്കെ നോക്കിയിട്ടാണ് ഒരുപാട് വിദ്യാഭ്യാസം ഉണ്ടെന്ന് വെച്ചിട്ട് വിവരം വേണമെന്നില്ല എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവരൊക്കെ പഠിപ്പിക്കുന്ന പിള്ളേരുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും? ഈ പണ്ടുള്ളവർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരുപാട് അറിവ് കൂടുന്തോറും ചിന്താശേഷി കുറയുമെന്ന്. ഇപ്പോഴാണ് അതിൻ്റെയൊക്കെ അർത്ഥം ശരിക്കും മനസ്സിലാവുന്നത്. ശരിക്കും ഇവരെയൊക്കെ മതഭ്രാന്ത് പിടിച്ച വർഗീയവാദിയെന്നോ തീവ്രവാദിയെന്നോ ഒക്കെ പറയേണ്ടി വരും. ശരിക്കും ഞാൻ കേട്ടിട്ടുള്ളത് നമ്മുടെ കർഷകരുടെ കാർഷിക ആഘോഷമാണ് ഓണം എന്നൊക്കെ ഞാൻ കേട്ടിട്ടുള്ളത്. പിന്നെ ഇത്രയും തീവ്രമായിട്ടുള്ള ചിന്താഗതിയുള്ള നമ്മുടെ പൈതൃകങ്ങളെയൊന്നും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഇത്രയും മൂത്ത ചിന്താഗതിയുള്ളവരൊക്കെ ശരിക്കും ജീവിക്കേണ്ടത് വല്ല പാകിസ്ഥാനിലൊക്കെയാണ്. ഈ പരലോകത്തെ സ്വർഗം എന്ന പൂന്തോപ്പ് മോഹിച്ച് കഴിയുന്ന പാവം ഒരു അധ്യാപികയാണ് ഈ സ്ത്രീ എന്നുള്ള കാര്യം നമ്മൾ ഈ ചെളിവാരി പൂശുമ്പോഴും കല്ലുവാരി എറിയുമ്പോഴൊക്കെ ഞാൻ ഉൾപ്പെടുന്ന സമൂഹം മറന്നു പോകുന്നുണ്ട്. പിന്നെ നമ്മൾ വേറൊരു സൈഡ് നോക്കുവാണെങ്കിൽ ഈ അന്തവും കുന്തവും ഇല്ലാതെ പായുന്ന നമ്മുടെ കേരളത്തിൽ ഇതല്ല, ഇതിന്റെ അപ്പുറം കേട്ടാലും നമുക്ക് അത്ഭുതപ്പെടാനൊന്നും പ്രത്യേകിച്ചൊന്നുമില്ല. ഇതുപോലുള്ള ആളുകളെയൊക്കെ നോക്കിയിട്ടാണ് ഒരുപാട് വിദ്യാഭ്യാസം ഉണ്ടെന്ന് വെച്ചിട്ട് വിവരം വേണമെന്നില്ല എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവരൊക്കെ പഠിപ്പിക്കുന്ന പിള്ളേരുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും? ഈ പണ്ടുള്ളവർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരുപാട് അറിവ് കൂടുന്തോറും ചിന്താശേഷി കുറയുമെന്ന്. ഇപ്പോഴാണ് അതിൻ്റെയൊക്കെ അർത്ഥം ശരിക്കും മനസ്സിലാവുന്നത്. ശരിക്കും ഇവരെയൊക്കെ മതഭ്രാന്ത് പിടിച്ച വർഗീയവാദിയെന്നോ തീവ്രവാദിയെന്നോ ഒക്കെ പറയേണ്ടി വരും. ശരിക്കും ഞാൻ കേട്ടിട്ടുള്ളത് നമ്മുടെ കർഷകരുടെ കാർഷിക ആഘോഷമാണ് ഓണം എന്നൊക്കെ ഞാൻ കേട്ടിട്ടുള്ളത്. പിന്നെ ഇത്രയും തീവ്രമായിട്ടുള്ള ചിന്താഗതിയുള്ള നമ്മുടെ പൈതൃകങ്ങളെയൊന്നും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഇത്രയും മൂത്ത ചിന്താഗതിയുള്ളവരൊക്കെ ശരിക്കും ജീവിക്കേണ്ടത് വല്ല പാകിസ്ഥാനിലൊക്കെയാണ്. ഈ പരലോകത്തെ സ്വർഗം എന്ന പൂന്തോപ്പ് മോഹിച്ച് കഴിയുന്ന പാവം ഒരു അധ്യാപികയാണ് ഈ സ്ത്രീ എന്നുള്ള കാര്യം നമ്മൾ ഈ ചെളിവാരി പൂശുമ്പോഴും കല്ലുവാരി എറിയുമ്പോഴൊക്കെ ഞാൻ ഉൾപ്പെടുന്ന സമൂഹം മറന്നു പോകുന്നുണ്ട്. പിന്നെ നമ്മൾ വേറൊരു സൈഡ് നോക്കുവാണെങ്കിൽ ഈ അന്തവും കുന്തവും ഇല്ലാതെ പായുന്ന നമ്മുടെ കേരളത്തിൽ ഇതല്ല, ഇതിന്റെ അപ്പുറം കേട്ടാലും നമുക്ക് അത്ഭുതപ്പെടാനൊന്നും പ്രത്യേകിച്ചൊന്നുമില്ല.